നമസ്കാരം. എല്ലാവർക്കും ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥിയെ കാണും മുമ്പ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻട്രോ ഇടാം. അതിങ്ങനെയാണ്: തമിഴ്നാട്ടിലെ ആലങ്കണ്ടിയിലുള്ള ആദിവാസി ഊരിലാണ് ജനിച്ചത്. 18 വയസ്സാകുമ്പോൾ അട്ടപ്പാടിയിൽ മല്ലീശ്വരൻ മുടിക്ക് തൊട്ടു താഴെയുള്ള ഊരിലേക്ക് നഞ്ചപ്പൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. പിന്നെ തൻ്റെ ജീവിതം വയലേലകളിലും ആടുമാടുകളെ മേയ്ക്കുന്നതിലും ഇരുള സമൂഹത്തിൻ്റെ ആചാരങ്ങളിലും കലകളിലുമെല്ലാം ഉപാസിക്കുന്ന അവസ്ഥയിലായി. പറമ്പിൽ റാഗിയും ചോളവും തിനയും കമ്പുമെല്ലാം കൃഷി ചെയ്തു. ഇഷ്ടംപോലെ ആടുകളെയും മാടുകളെയും വളർത്തി. ഇടവേളകളിൽ തൻ്റെ സമൂഹത്തിലെ ആളുകളുമൊത്ത് പാട്ടുപാടി കൊട്ടിയും ആചാരങ്ങളിൽ പങ്കെടുത്തും ജീവിച്ചു. ജീവിതത്തിൻ്റെ സായന്തനത്തിൽ അവരെ തേടി ഒരു അംഗീകാരം എത്തുന്നു: ഒരു ചലച്ചിത്രത്തിൽ പാടാനുള്ള അവസരം. ആ ചലച്ചിത്രത്തിലെ പാട്ട് മലയാളികളും ഇന്ത്യയിലുമൊക്കെ അതിൻ്റെ ഏറ്റുപാടുന്നു. ആ പാട്ട് ലോകം തന്നെ ശ്രദ്ധിക്കുന്നു. ആ പാട്ടിലൂടെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. ദേശീയ പുരസ്കാരം വാങ്ങിക്കൊണ്ട് ദ്രൗപദി മുർമു എന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വന്ന ചോദ്യം ഇതാണ്: അട്ടപ്പാടിയുടെ ഊരുകളിൽ ആടുമാടുകളെ വളർത്തി കൃഷി ചെയ്ത് ജീവിച്ച ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അത് അഭിമാനമായിട്ട് ഉയർന്നു. ആ അഭിമാനം ഇന്നും പേറുന്ന നഞ്ചിയമ്മയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നതും സംഭാഷണം കേൾക്കുന്നതും. നഞ്ചിയമ്മ അവിടെ നിന്നും അട്ടപ്പാടിയുടെ ആ ഊരിൽ നിന്നും ലോകം മുഴുവൻ കണ്ടു. കുവൈറ്റിലും മസ്കറ്റിലും ദുബായിലും ലണ്ടനിലും അമേരിക്കയിലും വരെ പരിപാടികൾ അവതരിപ്പിച്ചു. പാട്ടുകൾ പാടുന്നു. ആ പാട്ടുകൾ നമ്മൾ ഏറ്റുപാടുന്നു. അങ്ങനെ പാരമ്പര്യ കലയ്ക്കും പാട്ടിനും ഒരു അംഗീകാരം കിട്ടുന്നു. തീർച്ചയായിട്ടും നഞ്ചിയമ്മയുമായുള്ള ഈ സംഭാഷണം പുതുമയുള്ളൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും. സ്വാഗതം നഞ്ചിയമ്മ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അട്ടപ്പാടിയിലെ അമ്മയുടെ നഞ്ചിയമ്മയുടെ ഊരിലാണ്, നക്കുപ്പതി ഊരിൽ. അട്ടപ്പാടിയിലെ ഒരു ഊരിൽ നിന്നും ആരംഭിച്ച പാട്ട് ഇന്നും അതിൻ്റെ അലയിൽ ഒടുങ്ങിയിട്ടില്ല. സിനിമയും അതുപോലെ തന്നെ. ഈ ഉപഹാരങ്ങളുടെ, അവാർഡുകളുടെ, അംഗീകാരങ്ങളുടെ തണലിരുന്നുകൊണ്ട് ഞാൻ അമ്മയോട് ഒന്നുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചെറിയ കാര്യം. കുട്ടിക്കാലത്ത് അച്ഛൻ പാടണ്ട, പെണ്ണല്ലേ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മ പാടും, കളിക്കുമെന്ന് പറഞ്ഞു. അച്ഛനിൽ നിന്ന് അഴിന്നു വാങ്ങിച്ചിട്ട് പാടി. സടുകുടു, ആ പാട്ടിൽ നമുക്കൊന്ന് തുടങ്ങിയാലോ? എന്തായിരുന്നു? സടുകുടു സടുകുടു സന്ധില്ലേ സന്ധി പോന സന്ധില്ലേ സടുകുടു 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 സടുകുടു. അത് കുട്ടികൾ കളിക്കുന്ന പാട്ടാണ്. കുട്ടികൾ കളിക്കുന്ന പാട്ടാണ്. ഈ പാട്ടുകളാണ് നിങ്ങളെ, ഈ കളിയും പാട്ടുകളുമാണ് കുട്ടിക്കാലത്ത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങൾ. അപ്പൊ അച്ഛൻ എന്ത് പറയുമായിരുന്നു? അച്ഛന് നോക്കിയപ്പോ അച്ഛന് വന്നിട്ട് നമ്മളൊരു കളിസ്ഥലത്തിന് വന്ന അച്ഛൻ അതേ നോക്കില്ല. വീട്ടിനെ പോയാൽ മാത്രമാണ് ഇന്ന് ദേഷ്യപ്പെടും. എന്താണ് നിനക്ക് പണിയില്ലെന്നോ, വീട്ടിന് എന്താ പണിയില്ലാത്തത് കൊണ്ടിട്ട് നീ ഇങ്ങനെ പോകണം, കുട്ടികളുടെ പുറകെ പോകണം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒരു അടിയും കൂടി തന്നു. എന്നെ ഒരു തള്ളിയാൽ എനിക്ക് വിഷയമല്ല, ഞാൻ പോകും അച്ഛാ, ഞാൻ പാടും. അങ്ങനെ എന്നിട്ട് പോയി പാടിയ പാട്ടാണ്. ആ പാട്ടിൽ നിന്നും തുടങ്ങി ലോകം മുഴുവനും കേട്ട ആ പാട്ടിലേക്ക്, അതായത് അമ്മ ആ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്ക് 2 വരി തുടങ്ങി ആ പാട്ട് സ്വന്തമായി പാടി കണ്ണീരണിഞ്ഞു. സംഗീത സംവിധായകനും എല്ലാവരും കരഞ്ഞു. ആ പാട്ട് ദൈവമകൾ. എട്ടനികലാവാണ്ടാളോ ദൈവമകളെ, നമുക്ക് എട്ടനികലാവാണ്ടാളോ ദൈവമകളെ, ആളാകൂള മകളിനെ ദൈവമകളെ, ನಾನು ಮೆನಚು ಬಿಟ್ಟು ಕೊಡುಕೇನೋ ಮಗ ದೈವ ಮಗಳೇ, ಮೆನಚು ಬಿಟ್ಟು ಕೊಡುಕೇನೋ ದೈವ ಮಗಳೇ, ನಾನು ಉಳ್ಳತೆ ಬಿಟ್ಟು ಕೊಡುಕೇನೋ ದೈವ ಮಗಳೇ, ಎಮ್ಮಗ ಬಿಡುತ್ತಾ ಗೊಕ್ಕಿ ತಾಡಿ ದೈವ ಮಗಳೇ, எனக்கு ரோட்டி நீ நிக்குதுட மக தெய்வ மகளே, எம்மக வாந்தாவாளிக்கே தெய்வ மகளே, எனக்கு நாடு மூட்டி வந்தாளோ தெய்வ மகளே, நாடு மூட்டி வந்தாளோ தெய்வ மகளே, எனக்கு உலக மூட்டி வந்தாளோ தெய்வ மகளே,
എമ്മകവാന്ത വഴിക്കരി ദൈവമകളെ ഞാന് കീഴനെ വിട്ട് അനുപമട്ടെ ദൈവമകളെ കീഴനെ വിട്ട് അനുപമട്ടെ ദൈവമകളെ എനിക്ക് കാടെ വിട്ട് അനുപമട്ടെ ദൈവമകളെ എത്ത് ഉള്ളതാകലെ ദൈവമകളെ എനിക്ക് എത്ത് മനസ്സാകലെ ദൈവമകളെ എമ്പുളകാലെ വളർത്തുകോ ദൈവമകളെ ഞാൻ സേകാതാകിരിച്ച് ദൈവമകളെ നനോടുക്കാതെ കൂട്ടി ദൈവമകളെ എമ്പുളകാലെ വളർത്തിയെടുത്തേ ദൈവമകളെ തേക്കാതാവാത്തിരത്ത് ദൈവമകളെ ഞാൻ എമ്പുളകാലെ വളർത്തിനോ ദൈവമകളെ തൂക്കാതാകെന്ന് തൂക്കി ദൈവമകളെ ഞാൻ എമ്പുളകളെ വളർത്തിനോ ദൈവമകളെ ചിന്നപ്പാട്ടു വളർത്തിനോ ദൈവമകളെ ഞാൻ ചീരാടുന്തു വളർത്തിനോ ദൈവമകളെ. ഈ പാട്ട് പാടുമ്പോ ഇപ്പോഴും കണ്ടു പറയാറുണ്ടല്ലേ? ഇപ്പോൾ ഞാൻ ഈ പാട്ട് പാടിയ ഏത് സ്റ്റേജിന് പോയാലും ഞാൻ പാടില്ല. അത് എൻ്റെ മനസ്സെ വിട്ട് പോകുന്ന ഒരു പാട്ടമാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞു പാടി പുറത്തേക്ക് വരുമ്പോഴേക്ക് ചച്ചിച്ചാറിന്റെ കണ്ണിന് ഞാൻ കൊണ്ടുപോയ കുട്ടികളുടെ കണ്ണിന് അങ്ങനെ നിറഞ്ഞു നിന്ന് കൊടുത്ത ഒരു പാട്ടാണ്. ഇങ്ങനെ നമ്മൾ ഒരു കാലഘട്ടത്തിന് നമുക്ക് വരുന്ന ഒരു സങ്കടമാണ്. അച്ഛമ്മയൊക്കെ എങ്ങനെ ചിഹ്നപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ വളർത്തിയെടുക്കാൻ. അത് നമ്മൾ ആ ടൈമില് നമ്മളൊരു കുടിത്തനം കെട്ടി ഒരു വീട്ടിനെ വന്ന് ജീവിക്കുമ്പോഴേക്കാണ് നമുക്കത് അറിയപ്പെടുന്നത്. ഇങ്ങനെയല്ലേ നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ നമ്മളെ വളർത്തിയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് എന്റെ ഉള്ളത്തിനാൽ ഭയങ്കര ഒരു സങ്കടമാണ്. ഈ പാട്ടിൽ എങ്ങനെയാണ് അമ്മ മരപ്പാടുന്നത്? അപ്പം സച്ചിഭാഷനോട് പറഞ്ഞു ഞാനൊരു സന്തോഷപ്പാട്ട് അല്ലെ ആ പാട്ട് പാടി എടുത്താലും എടുത്തില്ലെങ്കിൽ ഞാൻ പാടാമെന്ന് പറഞ്ഞു. അതാണ് അത് ചിരിച്ചു കൊണ്ട് കൊടുത്ത ഒരു പാട്ടാണ്. സന്തോഷായിട്ട് സാറേ ഞാൻ ഈ ഒരു പാട്ട് പാടിത്തരട്ടെ മരത്തെ കുറിച്ചിട്ട്, അത് നിങ്ങൾ കുടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട സാറേ. എന്റെ ചോദ്യം അപ്പുറത്ത് കൊടുത്തിട്ടാണ് പാട്ടിനെ കൊടുത്ത പാട്ട്. അത് ഇന്ന് അതാണ് മുമ്പിനെ കിട്ടാ വന്ന് കിടക്കുന്നത്. അതാണ് ലോകം ഏറ്റെടുത്ത പാട്ട്. ആ പാട്ട് കേട്ടാൽ നമുക്ക് അത് നാം പാടാം. കളക്കാത്ത സദനമേര പുതുറുക്കോ ഭൂപരിക പോകില മുവിമേന തെപ്പക്കിലമോ ലാലേ 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 കളക്കാത്ത സദനമേര പുതുറുക്കോ ഭൂപരിക പോകില മുവിമേന തെപ്പക്കിലമോ തില്ലേ ലേ 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 ലോ ോ വടക്കാത്ത സുഗണമേല പുതുറുക്കു പൂപ്പരിക പോകില മുവിമേന തെപ്പക്കിലമോ ലാലേ 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 വടക്കാത്ത പുങ്കമേല പുതുറുക്കു പൂപ്പരിക പോകില മുവിമേന തെപ്പക്കിലമോ തില്ലേ ലേ 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 ലോ തില്ലേ ലേ 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 ലോ മുക്കാത്തണറമേര പുതുറുക്കു പൂപ്പരിക പോകില മുവിമേന തെപ്പക്കിലമോ ലാലേ 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 തില്ലേ ലേ 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 ലോ തില്ലേ ലേ 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 ലോ. പാട്ടുകൾ അവസാനിക്കുന്നില്ല, കഥകളും. ഊരുകളിൽ നിന്ന് ഈ കാട് നിറച്ച് ഊര് നിറച്ച് പാട്ടുകളാണ്, ലോകമറിയേണ്ട പാട്ടുകൾ. അങ്ങനെ നഞ്ചിയമ്മ നമ്മുടെ പാട്ടുകളെ ലോകത്തെത്തിച്ചു. ആ പാട്ടുകളിലൂടെ നമ്മൾ നഞ്ചിയമ്മയെ അറിഞ്ഞു. നമസ്കാരം. നമസ്കാരം സാറേ.